അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയതായുള്ള രഹസ്യ വിവരങ്ങൾ ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറിയെന്ന തരത്തിലുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെതിരെ വീണ്ടും കടുത്ത സൈനിക നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലേക്ക് ട്രംപിനെ എത്തിച്ചത് ഇസ്രയേൽ കൈമാറിയ ഈ രഹസ്യ വിവരമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത തേടിയിരുന്ന ട്രംപ് അപ്രതീക്ഷിതമായ അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കിയെന്ന് ഇസ്രയേൽ അമേരിക്കൻ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ വിവരം നേരത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നില്ലെന്നും അതിനാൽ പ്രശ്നത്തിന്റെ ഗൌരവം പരിശോധിക്കാൻ അമേരിക്ക തീരുമാനിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇറാൻ നടത്തിയെന്ന് ഇസ്രയേൽ ആരോപിച്ച ആ രഹസ്യ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ US ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. 2020 ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ US വധിച്ചതിനു പിന്നാലെ ഇറാൻ പലതവണ ട്രംപിനെതിരെ പ്രതികാര ഭീഷണികൾ ഉയർത്തിയിരുന്നു. അലി ഖമനിയുടെ ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര പരിപാടിക്കിടെ ട്രംപിനെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെ ഇസ്രയേലിന്റെ മുന്നറിയിപ്പിനെ US സുരക്ഷാ ഏജൻസികൾ അതീവ ഗൌരവത്തോടെയാണ് കണ്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ രഹസ്യ വിവരത്തെക്കുറിച്ച് USO ഇസ്രയേലോ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. ഇറാനും ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അടുത്തിടെ ട്രംപ് മാധ്യമങ്ങളോട് തന്റെ ജീവന് ഇറാനിൽ നിന്ന് ഭീഷണി നിലനിൽക്കുന്നതായി പരാമർശിച്ചിരുന്നു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അവർ US നേതാവായ എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ലിസ്റ്റിലും ഞാനുണ്ട്. ഇതുവരെ എനിക്ക് അല്പം ഭാഗ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് അധികകാലം നിലനിൽക്കില്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. പിന്നാലെ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സുരക്ഷാ സഹകരണം തുടരുമെന്നും ഇരു രാജ്യങ്ങളും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളിൽ അടുത്ത ഏകോപനം പുലർത്തുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയുയർന്നു. ഇസ്രയേൽ കൈമാറിയ രഹസ്യവിവരത്തിന്റെ വിശ്വാസ്യതയും അതിന്റെ അടിസ്ഥാനത്തിൽ US സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തുവരാനുണ്ട്. ഇറാന്റെ കൊലയാളി പട്ടികയിൽ ട്രംപ് 1-ാം സ്ഥാനത്തെന്ന ഇസ്രയേലി രഹസ്യവിവരം നെതന്യാഹുവിന്റെ പദ്ധതിയാണെന്നും ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്ന ട്രംപിനെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിടാനുള്ള തന്ത്രമാണെന്നുമുള്ള വാദവും ഇതിനിടെ ഉയർന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന് നേരെ വീണ്ടും അമേരിക്കൻ ആക്രമണം നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ബന്ദർ അബ്ബാസ് തുറമുഖ നഗരത്തിനും സമീപ പ്രദേശങ്ങളിലുമാണ് ആക്രമണം നടന്നത്. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. USന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 8 ഇറാൻ സൈനികരും 3 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെട്ടിരുന്നു. ബന്ദർ അബ്ബാസിലും ബുഷാറിലും സേവനമനുഷ്ഠിച്ച സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടതെന്ന് വിവരങ്ങളുണ്ട്. ഇറാൻ കരാർ അവസാനിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നിരിക്കുന്നത്. ഇറാന് നേരെ കൂടുതൽ കടുപ്പത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഹോർമൂസ് വഴി എണ്ണ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ദീർഘകാല യുദ്ധം ലക്ഷ്യമിടുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. കനത്ത തിരിച്ചടിക്ക് കാത്തിരിക്കാൻ ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക ഇറാന്റെ തീരുമാനപ്രകാരമായിരിക്കുമെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭീഷണികൾ വിലപ്പോകില്ല. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ വിരട്ടൽ തങ്ങളുടെ വേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഉപരോധങ്ങൾ, ഭീഷണികൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള US നയത്തിനു മുന്നിൽ ഇറാൻ കീഴടങ്ങില്ലെന്ന് ഉപവിദേശകാര്യമന്ത്രിയും പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.